അവർ MGR പോലത്തെ ഒരാളായിട്ട് വിജയ് മാറുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. ഇപ്പോൾ BJP പോലത്തെ പാർട്ടികൾക്ക് ഒരുപക്ഷെ വിജയ് അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുണ്ടോ? കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു ഇത്രയും സമയക്കാലം BJP ഇങ്ങനെ കോട്ട കെട്ടി നിർത്തിയിരിക്കുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. അത് ADMK ആണെങ്കിലും DMK ആണെങ്കിലും വിജയ് അറുതി വരുത്തിയിരിക്കുന്നത് 60 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിലാണ്. അതിന്റെ ചെറിയ കല്ലുകളാണ് ഇപ്പോൾ വിജയ് ഇളക്കിയിരിക്കുന്നത്. അത് വലിയൊരു മഞ്ഞുമലയായിരുന്നു. അണ്ണാമലയെ ഒരു ഇളക്കി മറച്ച ഒരു മണ്ണുണ്ട് തമിഴ്നാട്ടിൽ. ചെറുപ്പക്കാർ അവരുടെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചു. പക്ഷേ ഇതിൽ വിജയ്ക്ക് ഒരു സാങ്കേതികപരമായിട്ട് ഒരു ചെറിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വിജയ് ഗവർണറുടെ അടുത്ത് ചെല്ലുന്നു, മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അനുവാദം തേടുന്നു. പക്ഷേ ആ സമയത്ത് ഗവർണർ അതിന് അനുമതി കൊടുക്കുന്നില്ല. കത്തില്ലാത്തതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ശരിക്കും അങ്ങനെ ഗവർണർക്ക് പറയേണ്ടതുണ്ടോ? കാരണം കേവല ഭൂരിപക്ഷം തെളിയിക്കേണ്ടതും മന്ത്രിസഭ രൂപീകരിച്ച് പിന്തുണ ശരിക്കും നിയമസഭയിലാണ് തെളിയിക്കേണ്ടത്, ഗവർണർക്ക് മുമ്പിലല്ല എന്നുള്ളൊരു വാദവും കൂടി വരുന്നുണ്ടല്ലോ. അതൊരു വലിയ തർക്ക വിഷയമാണ്. അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് നിയമസഭയാണ് അവരുടെ ഫ്ലോർ, അവിടെയാണ് അവർ ശക്തി തെളിയിക്കേണ്ടത്. പക്ഷേ ഇതിൽ വിജയ്ക്ക് ഒരു സാങ്കേതികപരമായിട്ട് ഒരു ചെറിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം വിജയ് ഗവർണറുടെ അടുത്ത് പോയിട്ട് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ എൻ്റെതാണ്, TVK ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഞങ്ങളെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കണം എന്നല്ല വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ഇത്ര പാർട്ടികളുടെ പിന്തുണയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കണമെന്നാണ്. പക്ഷെ അപ്പം നോക്കുമ്പം 118 പേരുടെ കത്തില്ല. ഇപ്പോൾ പലരും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൽ പലരും കത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ സാങ്കേതികപരമായി നോക്കിയാൽ ഗവർണർക്ക് വേണമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരുപാട് തവണ ഇങ്ങനെ ക്രമം വിട്ടിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ക്ഷണിച്ചതുണ്ട്, ഭൂരിപക്ഷം ഇല്ലാത്തവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ അത് വലിയ കുതിര കച്ചവടങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗവർണറുടെ ഒരു ഔചിത്യം പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇതുവരെ എന്തായാലും ഗവർണർ അതിലൊരു റിസ്ക് എടുത്തിട്ടില്ല. വിജയ്ക്ക് ആ നമ്പർ എത്തിക്കാൻ സാധിച്ചിട്ടുമില്ല. ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എപ്പോഴും വലിയ ശത്രുക്കളാണ് DMKയും AIDMKയും. അവർ ഒരിക്കലും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ ആരും വിചാരിച്ചു കാണില്ല. പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണോ ശരിക്കും ഇപ്പോൾ അവിടെ എടുക്കുന്നത്? വിജയുടെ ചരിത്ര വിജയം രസകരമായ കുറേ ഒരു വലിയ ചർച്ചയ്ക്ക് വഴി തെളിച്ചിട്ടുണ്ട്. ഒന്നാമത് വിജയ് അറുതി വരുത്തിയിരിക്കുന്നത് 60 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിലാണ്. അതൊരു വലിയ സംഭവം, ചെറുതൊന്നുമില്ല. 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നോൺ ദ്രാവിഡ പാർട്ടി അവിടെ അധികാരത്തിലെത്തിയാലേ ഏറ്റവും ഒന്നാം കക്ഷിയാവുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ADMKയും DMKയും ഒന്നിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒന്നിക്കുന്നില്ല, അവരുടെ സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്ന് നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ, ചർച്ചകൾ നടക്കുന്നല്ലോ. അത് കഴിഞ്ഞ് സെമി ബേബിയൊക്കെ പറഞ്ഞു അവരങ്ങനെ സംസാരിച്ചിരുന്നു എന്ന്. അങ്ങനെ സംഭവിക്കേണ്ട അവരുടെ ഒരു ഭയമുണ്ട്, ഞങ്ങളുടെ ഒരു കാലം അസ്തമിച്ച് പോവുകയാണല്ലോ എന്നുള്ളത്. ഒരുപക്ഷെ അതായിരിക്കാം വിജയെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു താല്പര്യം അവർക്ക് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ BJP പോലത്തെ പാർട്ടികൾക്ക് ഒരുപക്ഷെ വിജയ് അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുണ്ടോ? കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ തകർത്ത് കളഞ്ഞു വിജയ്. ഇനി എളുപ്പത്തിൽ നാളെ വിജയുടെ കാലം കഴിഞ്ഞാൽ എളുപ്പത്തിൽ BJPക്കും മറ്റ് ദേശീയ കക്ഷികൾക്കൊക്കെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ഇത്രയും സമയക്കാലം BJP ഇങ്ങനെ കോട്ട കെട്ടി നിർത്തിയിരിക്കുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. അത് ADMK ആണെങ്കിലും DMK ആണെങ്കിലും രണ്ടു കൂട്ടരും BJPയുടെ ഒപ്പം സഖ്യകക്ഷികളായിട്ടുണ്ട് കേന്ദ്രത്തിൽ. എന്നാലും BJP ഒരു ഒറ്റ പാർട്ടി എന്ന നിലയിൽ തമിഴ്നാട്ടിലേക്ക് വേരോട്ടം ഉണ്ടാക്കുന്നതിൽ തടഞ്ഞത് ഒരു പക്ഷേ ഈ ദ്രാവിഡ സിദ്ധാന്തമാണ്. അവരെപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഈ തെക്ക് വടക്ക് വേറെയാണെന്ന് പറഞ്ഞിട്ടും. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ വിജയ് ഇളക്കി മറിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഈ സ്ത്രീ വോട്ടർമാരും കുട്ടികളുമാണ് ശരിക്കും ഈ എന്താ പറയുക ഇത്തവണത്തെ തമിഴ്നാട് പൊളിറ്റിക്സിനെ മൊത്തത്തിൽ മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതിനകത്തൊരു വലിയ വൈറലായൊരു വീഡിയോ പോലും ഉണ്ടായിരുന്നു. ഒരു അമ്മയോട് റിപ്പോർട്ടർ ചോദിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാൻ ഇങ്ങനെ മടിക്കുന്ന സമയത്ത് കുട്ടികൾ പുറകെ വന്നിട്ട് അമ്മ വിജയ് പേര് സൊല്ലമ്മ എന്ന് പറയുന്നൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ കുട്ടികൾക്കിടയിൽ പോലും അത്രയൊരു വേരുണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഭരണവിരുദ്ധ വികാരവും മാത്രമായിരിക്കില്ല, ഈ നായകൻ എന്ന പരിവേഷം തന്നെ ആയിരിക്കും ശരിക്കും അവിടെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കൂടിയാണ്. കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയം മാറിയിട്ട് ഒരൊറ്റ വ്യക്തിയിലേക്ക്, ഇപ്പോൾ അവർ ഇത്രയും കാലം ദ്രാവിഡ പാർട്ടികൾ ADMKയും DMKയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് ഒരു നായകൻ്റെ ഒരു പ്രതിച്ഛായയിലേക്ക് മാത്രം അതിൽ ആകൃഷ്ടരായിട്ട് അവർ വരികയും അവരതിന് വോട്ട് ചെയ്യുകയും ചെയ്തു. വലിയ ക്രൗഡ് വിജയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞത് അതൊന്നും വോട്ടാവുന്നില്ല, അത് വിജയുടെ ഫാൻസാണ്. പക്ഷേ ഇതൊക്കെ ഈ വിജയ്ക്കിളി പിന്തുണ ഇത് മുഴുവനും വോട്ടായിട്ട് മാറുകയും ചെയ്തു. അതിൽ ചെറുപ്പക്കാരുടെ വലിയൊരു പങ്കുണ്ട്. ആൾക്കൂട്ടം വോട്ടാവില്ല, പക്ഷേ ആൾക്കൂട്ടം വോട്ടായി. ആൾക്കൂട്ടം വോട്ടായി വിജയ്ക്ക് 108 സീറ്റ് ലഭിച്ചു. അത് ചെറിയ കാര്യമല്ല. കാരണം ഇത്രയും കാലം ഈ ADMKയും DMKയും പറഞ്ഞ ആദർശങ്ങൾ, അവരുടെ തത്വശാസ്ത്രം മുഴുവൻ അവർ മാറ്റി വെച്ചിട്ട് സിനിമയുടെ ഒരു ഇതിലേക്ക് മാത്രം വന്നിരിക്കും. വിജയ് അത്രയും ദ്രാവിഡ സിദ്ധാന്തങ്ങളൊന്നും വിജയ് പറഞ്ഞിട്ടില്ല.
പിന്നെ വേറെ ഇത് നമ്മൾ നേപ്പാളിൽ ജൻസി പിന്നെ മുന്നേറ്റം ബാലൻ ഷാ പ്രധാനമന്ത്രിയായ ജൻസി മുന്നേറ്റമായിട്ട് കമ്പയർ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ചെറുപ്പക്കാർ അവരുടെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ADMKയും DMKയും അസ്വസ്ഥരാക്കുന്നതും ഭയപ്പെടുത്തും ആശങ്കയിലാക്കുന്നതും. കാരണം അവരിപ്പം ഭയക്കുന്ന അവരുടെ ദ്രാവിഡ കാലം കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അവർ MGR പോലത്തെ ഒരാളായിട്ട് വിജയ് മാറുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. വിജയ് മറ്റൊരു MGR ആവുന്നു. കാരണം MGRന്റെ പ്രതാപകാലത്ത് MGRനെ പരാജയപ്പെടുത്താൻ DMKക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ വിജയ് ഒരു അപ്രമാദിത്വം തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയാൽ പിന്നെ ഈ ദ്രാവിഡ പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെടും. കാരണം ADMK നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് ജയലളിതയ്ക്ക് ശേഷം അതേ സ്റ്റേച്ചറുള്ള ഒരു നേതാവിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം പന്നീർസെൽവമാണെങ്കിലും എടപ്പാടി പളനിസ്വാമി ആണെങ്കിലും അവർക്ക് ഒരിക്കലും ജയലളിതയുടെ ഒരു സ്റ്റേച്ചറിലേക്ക് വളരാൻ സാധിച്ചിട്ടില്ല. പല നേതാവിൻ്റെ ഒരു അഭാവം അവർക്കുണ്ട്. DMKയിൽ അതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്റ്റാലിനുണ്ട്. പക്ഷേ സ്റ്റാലിന് ശേഷം ഉദയനിധിക്ക് ആ കുപ്പായം സ്റ്റാലിനോ അല്ലെങ്കിൽ കരുണാനിധിയുടെ കുപ്പായം ഉദയനിധിക്ക് ചേരുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. അപ്പോൾ ശരിക്കും ഇതിനൊരു ബദലായിട്ട് വന്നിരുന്നത് അണ്ണാമലയാണ്, BJPയുടെ. പക്ഷേ അണ്ണാമലയെ ഒരു ഇളക്കി മറച്ച ഒരു മണ്ണുണ്ട് തമിഴ്നാട്ടിൽ. ഇവർക്കെല്ലാം ബദലായിട്ട് അണ്ണാമലയെ വളരുന്നു എന്നുള്ളൊരു ആശങ്ക ഈ ADMKയ്ക്ക് ഉണ്ടായിരുന്നു. എടപ്പാടി പളനിസ്വാമി അണ്ണാമലയെ ചവിട്ടുന്നതിലും അണ്ണാമലയുടെ സ്ഥാനത്ത് മാറുന്നതിലൊക്കെ ഉള്ള വലിയൊരു പങ്ക് വഹിച്ചത് ഈ ഒരു ആശങ്കയാണ്. DMKയ്ക്കും ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടും കമ്പയർ ചെയ്യുന്നത് അണ്ണാമലയും ഈ നമ്മുടെ ഉദയനിധി സ്റ്റാലിനാണ്. അതിലെന്തായാലും മേൽക്കൈ വരുന്നത് അണ്ണാമലയ്ക്കായിരുന്നു. ആ ആശങ്ക ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് പുതിയതായിട്ട് അപ്രതീക്ഷിതമായിട്ട് വിജയ് എന്നുള്ളൊരു പിന്നെ ഒരു പുതിയ പ്രതിഭാസം വരുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ആശങ്കയുണ്ട്. കാരണം ഇനിയിപ്പം വിജയ് നില ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല, ഞങ്ങളുടെ കാലം കഴിയും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഈ നായകൻ എന്നുള്ളത് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് വന്നിരുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. കമൽഹാസൻ വന്നിരുന്നു, പൊളിറ്റിക്സിലേക്ക് വന്നിരുന്നു. പക്ഷേ കമൽഹാസന് അത്രത്തോളം അത് ആ മാജിക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നായകൻ എന്നുള്ളത് മാത്രമായിരിക്കണം എന്നില്ലേ? മൊത്തത്തിൽ ഈ അസ്വസ്ഥത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. രണ്ട് ദ്രാവിഡിയൻ പാർട്ടികൾ ഭരിച്ച സമയത്തും ആൾക്കാർക്ക് എന്തോ ഒന്ന് മിസ് ചെയ്തു എന്നുള്ള സാധനം കൂടി ആയിരിക്കില്ലേ? അതിൽ നായകൻ എന്നുള്ളതിലൊരു വ്യത്യാസമുണ്ട്. കമൽഹാസനെയും വിജയനെയും അല്ലെങ്കിൽ കമൽഹാസനെയും രജനീകാന്തിനെയും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കമൽഹാസൻ വലിയ നടനാണ്, മികച്ച നടനാണ്, വലിയ സിനിമ പിന്നെ വലിയ എന്താ പറയുക ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അത്രയും രജനീകാന്തിനെ പോലെ പോപ്പുലർ ആയിരുന്നില്ല കമൽഹാസൻ. രണ്ട് സ്ട്രീം തമിഴ്നാട്ടിൽ നേരത്തെ ഉണ്ട്. ഒന്ന് ജനപ്രിയനായിട്ടുള്ള രജനീകാന്തും നല്ല സിനിമകളുടെ പ്രതിനിധിയായിട്ട് കമൽഹാസനും. ഇപ്പോൾ ഈ രജനീകാന്തിന് പിന്തുടർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇളയ ദളപതിയായിട്ടുള്ള ദളപതി വിജയ്. അപ്പോൾ വിജയ് മാസിനോടാണ്. വിജയുടെ ഇപ്പം ഒരു മികച്ച നടനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അത് വിജയുടെ സിനിമകളും ഏറ്റവും മികച്ച സിനിമകളാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ജനപ്രീതിയുടെ കാര്യത്തിൽ പിന്നെ കാതങ്ങൾ മുന്നിലാണ് ശരിക്കും പറഞ്ഞാൽ വിജയ്. അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വിജയും സൂര്യയുടെ സിനിമകളായിട്ട് ആയിരിക്കും. പക്ഷേ ജനപ്രീതി നോക്കുകയാണെങ്കിൽ വിജയ് എത്രയോ മുന്നിലാണ്. അപ്പോൾ അത് വോട്ടാവും. അത് കമൽഹാസൻ അങ്ങനെ വോട്ടായി മാറുന്ന ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല. രജനി ഇറങ്ങിയിരുന്നു, കമലിന് പകരം രജനി ആയിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ കഥ ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കമൽഹാസന് പാർട്ടി ഉണ്ടാക്കുമ്പോൾ പിന്തുണ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കമൽഹാസൻ നേരിട്ട് തോറ്റു. കോയമ്പത്തൂർ സൗത്തിൽ BJPയുടെ വനതി ശ്രീനിവാസനോട് തോറ്റുപോയി കമൽഹാസൻ. പിന്നീട് ആ പാർട്ടിയും പിരിച്ചുവിട്ടു. പിന്നെ DMKയുടെ സഹായത്തോടു കൂടിയാണ് രാജ്യസഭയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും താരതമ്യമില്ല. വിജയുടെ ഒരു ഓറ, നായകൻ, അതും വിജയ്ക്ക് ചെയ്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ വീരപരിവേഷമുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് വോട്ടാവുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അത് വോട്ടായി മാറി. അതിൻ്റെ ഫലമാണ് നമ്മൾ ആ 108 സീറ്റിൽ കാണുന്നത്. ശരിക്കും ഇപ്പോൾ പറഞ്ഞില്ല, ഈ 60 വർഷത്തെ 6 പതിറ്റാണ്ട് നീണ്ടൊരു ചരിത്രമാണ് വിജയ് തിരുത്തി എഴുതിയത്. ശരിക്കും അത്രമാത്രം വേരോട്ടം തമിഴ്നാട്ടിൽ ഇവർ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞ പോലെ നോർത്ത് സൗത്ത് വേർതിരിവും അവരുടെ തമിഴ് രക്തം ഒരു പവറുമായിരിക്കാം. എങ്ങനെയാണ് പക്ഷേ ആളുകൾക്കിടയിലേക്ക് ഇത്രമാത്രം വേരാഴ്ത്താൻ ഇവർക്ക് പറ്റിയത്? അത് ശരിക്കും DMK ADMK അല്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ ദ്രാവിഡ മൂവ്മെൻറ്റ് ശരിക്കും തുടങ്ങി. ഈ സൗത്ത് വേഴ്സസ് നോർത്ത് എന്നുള്ളൊരു പ്രസ്ഥാനം തമിഴ്നാട്ടിൽ ശരിക്കും സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉണ്ട്. ഇപ്പം നമ്മുടെ ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ നടേശൻ മുതലിയാർ തുടങ്ങിയൊരു പാർട്ടിയുണ്ട്, ജസ്റ്റിസ് പാർട്ടി. അവർ 1920 തന്നെ മദ്രാസ് പ്രവിശ്യയിൽ ഭരണം പിടിച്ചിട്ടുണ്ട്. ഈ പാർട്ടി അന്ന് തന്നെ അവർ ശരിക്കും ബ്രാഹ്മണർക്കെതിരെയുള്ള ഒരു പാർട്ടിയായിരുന്നു. അവർ ബ്രാഹ്മണർക്കെതിരെ അല്ല, ഈ സൗത്ത് മുഴുവനും ബ്രാഹ്മണരാണ്. ഈ ആര്യ ദ്രാവിഡ സിദ്ധാന്തത്തിൻ്റെ ചുവട് പിടിച്ചാണ് ആ പാർട്ടി പ്രവർത്തിച്ചത്. ബ്രാഹ്മണർക്കെതിരെയായിരുന്നു. അതിലേക്ക് പിന്നീട് 35 അടുപ്പിച്ചാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ഇതിലേക്ക് വരുന്നത്. പിന്നീടാണ് അതിനൊരു ദ്രാവിഡ സ്വഭാവം വരുന്നത്. പിന്നീട് അത് ശക്തി പ്രാപിച്ചു. ഈ പെരിയാറാണ്, EV രാമസ്വാമി നായ്ക്കരാണ് അതിനെ ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ല ദ്രാവിഡ കഴകമാക്കി മാറ്റുന്നത്. പിന്നെ 37 തിരഞ്ഞെടുപ്പിൽ ഈ പിന്നെ ജസ്റ്റിസ് പാർട്ടി കോൺഗ്രസിനോട് തോറ്റു.
അന്ന് സി രാജഗോപാലാചാരിയാണ് കോൺഗ്രസ് നേതാവ്. രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ അവിടെ കോൺഗ്രസ് സർക്കാർ വന്നു. മദ്രാസ് പ്രവിശ്യയാണ്, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ അവരന്ന് ഹിന്ദി അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഈ ജസ്റ്റിസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. ജസ്റ്റിസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നു. അങ്ങനെ 44 ഈ പെരിയാർ ഈ ജസ്റ്റിസ് പാർട്ടി മാറി അതിന് ദ്രാവിഡ കഴകം എന്നുള്ള പാർട്ടിയാക്കി അതിനെ മാറ്റി. അന്ന് പെരിയാർ ഇതിന് ദ്രാവിഡ കഴകമാക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം ദ്രാവിഡ നാട് വേണം എന്നായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലെ മദ്രാസ് പ്രവിശ്യയാണ്, അതിനെ ദ്രാവിഡ നാടാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് പെരിയാർ എന്ന വലിയ പ്രക്ഷോഭം നയിച്ചു. പിന്നീട് 1949 അണ്ണാദുരൈ ഇതിൽ ദ്രാവിഡ കഴകത്തിലുണ്ട്. അണ്ണാദുരൈ എന്ന് പെരിയാറായിട്ട് പിണങ്ങിയിട്ട് ആണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരു പുതിയ പാർട്ടിയായിട്ട് മാറ്റുന്നത്. അപ്പോഴും ഈ ദ്രാവിഡ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കി ഇവരൊക്കെ പ്രവർത്തിച്ചിരുന്നു. അത് പെരിയാറായിട്ട് വ്യക്തിപരമായിട്ടുള്ള ദോഷം. അന്ന് പെരിയാറുടെ ഈ അവസാനത്തെ കല്യാണമൊക്കെ നടന്നു. അങ്ങനെ അണ്ണാദുരൈയെ തെറ്റി ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള പാർട്ടി രൂപീകരിച്ചു. അതിൽ ഈ എന്താ പറയുക കരുണാനിധിയൊക്കെ അതിൽ ഭാഗമായിരുന്നു. അതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ പെരിയാറിൻ്റെ കാലത്ത് ഇവർ ശരിക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരരുത്, തമിഴ്നാട് വേറെ നിൽക്കണം, ദ്രാവിഡ നാട് വേറെ നിൽക്കണം, ഇന്ത്യയുടെ ഭാഗമല്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അണ്ണാദുരൈക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അവർക്കൊരു തമിഴിന് പ്രത്യേക പ്രദേശം വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ദ്രാവിഡ കഴകം കോൺഗ്രസിനേക്കാളും വലിയ ശക്തിയുള്ള പാർട്ടിയുടേതും മാറി. അങ്ങനെ 62 തിരഞ്ഞെടുപ്പിൽ കാമരാജ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മുഖ്യ പ്രതിപക്ഷമായി ദ്രാവിഡം. അങ്ങനെയാണ് ആദ്യമായിട്ട് അവരുടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ സാധനം ഈ DMKയുടേത് വരുന്നത്. ഈ കാമരാജ് മുഖ്യമന്ത്രി ആയതിനു ശേഷം അവർ വീണ്ടും ഈ ഹിന്ദി സമരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, 2ാം ഭാഷയായിട്ട് ഹിന്ദി വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഈ DMK വലിയ പ്രക്ഷോഭം നടത്തി. അത് തിരുച്ചിറപ്പള്ളിയിൽ ഡാൽമിയാപുരം എന്നുള്ള സ്ഥലത്തിന് പേര് മാറ്റിയതിനെ ചൊല്ലി എതിരെയൊക്കെ വലിയ സമരമായിരുന്നു. അന്ന് കരുണാനിധിക്കാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. കരുണാനിധി, പിന്നെ നമ്മുടെ കവിയായിട്ടുള്ള കണ്ണദാസൻ, ഇവരൊക്കെ അറസ്റ്റ് വരിച്ചു. അന്ന് വെടിവെപ്പ് നടന്നു. അതിൽ 3-4 പേര് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ DMK എന്ന് നമ്മൾ കാണുന്ന DMKയുടെ ഒരു ശക്തി സ്രോതസ്. ഈ സമരം മുതലാണ് അവർ ശരിക്കും വലിയ ശക്തിയായിട്ട് വളർന്നു. അവർ കോൺഗ്രസിനെ മറികടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിനെ മറികടന്ന് അധികാരം പിടിക്കുകയും ചെയ്തു. അങ്ങനെ 67 തെരഞ്ഞെടുപ്പോടുകൂടി ആദ്യമായിട്ട് DMK അവിടെ അധികാരത്തിലേറി. ഇനി ഭാഷാ സമരമാണ് അവരെ ശരിക്കും സഹായിച്ചത്. അണ്ണാദുരൈയായിരുന്നു മുഖ്യമന്ത്രി. അത് മുതൽ കോൺഗ്രസ് അവിടെ ക്രമേണ ക്ഷയിച്ചു തുടങ്ങി. ഈ രാജഗോപാലാചാരി അത് വിട്ട് സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു. അങ്ങനെ പിന്നെ കോൺഗ്രസ് പിന്നീട് അധികാരത്തിലേറാൻ മറ്റൊരാൾക്ക് സാധിച്ചിട്ടില്ല. അതിനുശേഷം അവിടെ അധികാരം ഈ ദ്രാവിഡ പാർട്ടികൾ വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടുമില്ല. പിന്നീട് അണ്ണാദുരൈക്ക് ശേഷം കരുണാനിധി വന്നു, പിന്നെ MGR വന്നു. അതിങ്ങനെ തുടർന്നേ തലമുറയായിട്ട് ഇങ്ങനെ വന്നു. ജയലളിത വന്നു, സ്റ്റാലിൻ, എടപ്പാടി, OPS. ഇപ്പോൾ നമ്മൾ സ്റ്റാലിനിൽ എത്തുന്നത് വരെ ഈ 60 വർഷം 57 വർഷത്തോളം 6 പതിറ്റാണ്ട് ദ്രാവിഡ പാർട്ടികൾ മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. മറ്റൊരാൾക്ക് അവിടേക്ക് ഇടം പോലും കിട്ടിയിട്ടില്ല. കോൺഗ്രസിന് അവിടെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ, നിയമസഭയിൽ പോലും ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഈ ദ്രാവിഡ പാർട്ടികളുടെ സഹായം വേണ്ട ഒരു അവസ്ഥ വന്നു. മറ്റൊരാളെ അവരവിടേക്ക് അടുപ്പിച്ചില്ല. ഒരു രാവണൻ കോട്ടയായിട്ട് അവർ തമിഴ്നാടിനെ കാത്തിരി പോകുന്നു. ആ കോട്ടയാണ് ഇപ്പം വിജയ് തകർത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ കല്ലുകളാണ് ഇപ്പോൾ വിജയ് ഇളക്കിയിരിക്കുന്നത്. അത് വലിയൊരു മഞ്ഞുമലയായിരുന്നു, അതിൽ ചെറുതായിട്ട് ഉരുകി തുടങ്ങി. ഇനി വേണമെങ്കിൽ ദേശീയ പാർട്ടികൾ ഇപ്പോൾ ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ BJP ആയിട്ടുള്ള കാര്യമായിട്ട് വേണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ DMK രൂപീകൃതമായതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും ഈ കാര്യം പറയുന്ന സമയത്ത് DMKയും ADMK ഒക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ആ പിളർപ്പിൻ്റെ കഥ കൂടി പറയണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് തമിഴ്നാടിനെ മാറ്റിമറിച്ച ആ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നത്? ഈ DMK വളരെ ശക്തമായി ഈ രാജഗോപാലാചാരി ഒക്കെ പോയതോടുകൂടി തന്നെ കോൺഗ്രസ് തകർന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലോ. പിന്നീട് ഈ DMK വളരെ ശക്തമായി. പക്ഷെ അണ്ണാദുരൈയുടെ മരണത്തോടുകൂടി ഇതിൻ്റെ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. ഭാഷാ സമരമായിരുന്നു ഈ അധികാരത്തിലേറാൻ അവരെ പ്രധാനമായിട്ട് സഹായിച്ചത്. ഭാഷാ സമരമായിരുന്നെങ്കിലും വലിയൊരു ജനപ്രീതി നേടുന്നതിൽ MGRൻ്റെ സിനിമകൾക്ക് വലിയ പങ്കുവച്ചു. ഈ MGRൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ മുഴുവനും പലതും കരുണാനിധിയുടെ തിരക്കഥയിൽ MGR അഭിനയിച്ച സിനിമകളാണ്. മന്ത്രികുമാരി, നാം, കാഞ്ചി തലേവൻ, ഇങ്ങനത്തെ കുറേ സിനിമകളിൽ അവർ DMKയുടെ ഈ ദ്രാവിഡ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറഞ്ഞ സിനിമകളുണ്ട്. ഇതിൽ പലതും കരുണാനിധി തന്നെ തിരക്കഥ എഴുതിയ സിനിമകളാണ്. ഈ സിനിമകളിൽ കൂടി MGR വളരെ പോപ്പുലറായി. ഈ MGRൻ്റെ പോപ്പുലാരിറ്റി നന്നായിട്ട് അവർ ഈ തിരഞ്ഞെടുപ്പുകൾ ഉപയോഗിച്ചു. അങ്ങനെ MGR ശരിക്കും കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ MGRനെ അടുപ്പിച്ചത് കരുണാനിധിയായിട്ട് വലിയ സൗഹൃദം. നമ്മുടെ ഇരുവർ സിനിമയാണ് ഇതിൻ്റെ ഇത് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പകർപ്പാണ് ഇരുവർ സിനിമ. അപ്പോൾ കരുണാനിധിയാണ് ഈ MGRൻ്റെ ജനപ്രീതി കണ്ടിട്ട് കോൺഗ്രസ്സിൽ നിന്ന് MGRനെ DMKയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ നാടോടി മന്നൻ പോലത്തെ സിനിമയിൽ ആദ്യമായിട്ട് DMKയുടെ പതാക വരെ അവർ കാണിച്ചു. അങ്ങനെ അവർ MGRനെ ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ MGR കരുണാനിധി DO ഒരു വലിയ ശക്തിയായിരുന്നു. ഈ MGRൻ്റെ പോപ്പുലാരിറ്റി നന്നായിട്ട് ഉപയോഗിച്ച ആളാണ് അണ്ണാദുരൈയും. അണ്ണാദുരൈ പറയും ഒരു 10,000 പൊതുയോഗങ്ങളുടെ ഗുണം ചെയ്യും MGRൻ്റെ ഒരു ഒറ്റ സിനിമ. അവരുടെ എന്താ പറയുക, അവർ പറയുന്നതിന് 10 ലക്ഷം കിട്ടും, അവരുടെ മുഖം കണ്ടാൽ 30 ലക്ഷത്തിൻ്റെ ഫലമാണെന്നൊക്കെ പറയും. അങ്ങനെ അവർ നന്നായിട്ട് ഉപയോഗിച്ചു. ശരിക്കും 71 തിരഞ്ഞെടുപ്പിൽ DMK അധികാരത്തിൽ ഏറാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം MGR തന്നെയാണ്. അങ്ങനെ ഈ കോമ്പിനേഷൻ ശക്തമായിരുന്നു. പക്ഷേ MGR വന്നപ്പോൾ വേറെ ചില അപകടങ്ങൾ സംഭവിച്ചു. MGRന് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നു. VK സമ്പത്ത്, പഴയ അവരുടെ സ്ഥാപക നേതാവാണ്.
സമ്പത്ത് പാർട്ടി വിട്ടു, വേറെന്താ സ്വതന്ത്ര പാർട്ടിയോ വേറെ പാർട്ടി രൂപീകരിച്ചു. ശിവാജി DMK വിട്ടു പോകാനുള്ളൊരു കാരണവും ഇത് തന്നെയായിരുന്നു. ശിവാജി പിന്നീട് ഇത് വിട്ട് സമ്പത്തിൻ്റെ കൂടെ ചേർന്നു, പിന്നീട് അവിടുന്ന് ശരിയാവാതെ പിന്നെ കോൺഗ്രസ്സിൽ ചേർന്നു, പിന്നീട് അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു പിന്നെ അത് MGRന്റെ മരണശേഷമാണ് വീണ്ടും ശിവാജി സജീവമായത്. അത് പിന്നെ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചു, പിന്നീട് അത് ജനതാദളിൽ ലയിപ്പിച്ചു. അങ്ങനെ ഈ MGRനോടുള്ളൊരു അസൂയ കാരണം അത് കുറേ ഇങ്ങനെ സംഭവിച്ചു. പിന്നെ 69 അണ്ണാദുരൈയുടെ മരണത്തോടു കൂടിയാണ് ഈ MGRും പിന്നെ കരുണാനിധി അകലുന്നത്. അണ്ണാദുരൈക്ക് ശേഷം കരുണാനിധിയാണ് അധികാരത്തിലേറി. പിന്നീട് 71 തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കരുണാനിധിയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അതോടുകൂടി കരുണാനിധിയെ പലരും ഉപദേശിച്ചു. കാരണം ഈ MGRൻ്റെ ഒരു വളരുന്നൊരു പോപ്പുലാരിറ്റി ചെറിയ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അകന്നു തുടങ്ങി. ഈ അകന്നതിന് ശേഷം MGR വളരെ വലിയ ആരോപണങ്ങൾ കരുണാനിധിക്കെതിരെ ഉപയോഗിച്ചു. സർക്കാർ കമ്മീഷനിലൊക്കെ അഴിമതി ആരോപണങ്ങൾ ചെന്നു. പിന്നെ അകൽച്ച വളരെ വലുതായി. പിന്നെ MGR പുതിയ പാർട്ടിയാക്കി. അതാണ് പിന്നെ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK. അണ്ണയുടെ പേരും കൂടെ ഇതിൽ ചേർത്തു. ഈ പിളർപ്പ് അവിടെ അവസാനിച്ചില്ല. അത് MGRൻ്റെ മരണത്തിന് ശേഷം അത് വീണ്ടും പിളർന്നു. അത് MGRൻ്റെ ഭാര്യയായിട്ടുള്ള ജാനകിയുടെ ഭാഗത്തും ജയലളിത വേറെ ഭാഗത്തുമായി. പിന്നെ ജാനകി മുഖ്യമന്ത്രിയായി. പിന്നീട് അത് സർക്കാരിനെ പിരിച്ചുവിട്ടു. ഇവർ രണ്ട് ചിഹ്നത്തിൽ മത്സരിച്ചു, രണ്ടുപേരും തോറ്റു. പിന്നെ ജയലളിതയുടെ മരണത്തിന് ശേഷം അത് OPS വിഭാഗം വേറെയായി, EPS പളനിസ്വാമിയുടെ വേറെയായി. പിന്നെ അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ TTK ദിനകരൻ്റെ പാർട്ടി, അവർക്ക് ഇപ്പോൾ ഒരു സീറ്റുണ്ട്. അവർ ജയലളിതയുടെ പേരില്ല അമ്മ മുന്നേറ്റ കഴകം എന്തോ പറഞ്ഞിട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വലിയ വിവാദമൊക്കെ ഉണ്ടായി, കാരണം ആ MLA കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശശികലയുടെ പാർട്ടി അവർ വേറെ പോയി. ദിനകരനോട് അനുവാദം ചോദിക്കാതെയാണ് വിജയ്ക്ക് പിന്തുണ ചെയ്തത്. അപ്പോൾ അത് ആ പിളർപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നാലും ആ ദ്രാവിഡ സിദ്ധാന്തം അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ DMKക്ക് അത് സംഭവിച്ചു. ഗോപാലസ്വാമി വൈക്കോ MDMK രൂപീകരിച്ച് DMK എന്ന് പിണങ്ങിയിട്ടാണ്. പിന്നെ രാജേന്ദ്ര പഴയ നടൻ T രാജേന്ദ്ര, ശിംഭുവിൻ്റെ അച്ഛൻ, ഈ T രാജേന്ദ്ര ഇതുപോലെ DMK തെറ്റി വന്ന് പിളർന്നിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കി. പക്ഷെ അവരെല്ലാവരും ഒരു ദ്രാവിഡ സ്വഭാവം ഉണ്ടായിരുന്നു ഈ പാർട്ടികൾക്കെല്ലാം. അല്ലെങ്കിൽ ആ ഒരു ദ്രാവിഡ മേലങ്കി ഉണ്ട്, അതായിരുന്നു അവരുടെ അടയാളം. അതിനൊക്കെ വ്യത്യസ്തമാണ് ഇപ്പം വിജയുടേത്. അതാണ് ഇപ്പോൾ ഈ ദ്രാവിഡ പാർട്ടികളുടെ പ്രധാന ഭയവും. ഞങ്ങളുടെ ഈ പാരമ്പര്യം, ഈ തമിഴ്നാട് ഇത്രയും കാലം കാത്തുപോകുന്ന ഒരു പാരമ്പര്യം മുഴുവൻ മാറി എന്നുള്ളതാണ് അവരുടെ ഒരു ഭയം. പൊതുവെ എല്ലാവരും DMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞൊരു സമയത്താണ് ഇപ്പോൾ TVK അധികാരത്തിലെത്തിയത്. ആ സമയത്ത് ഇപ്പോൾ ഒരു അപ്രതീക്ഷിത ജയം കൂടിയാണ് ശരിക്കും വിജയ്ക്ക് അവിടെ ഉണ്ടായത്. ആ സമയത്ത് എല്ലാം MGRനോട് എന്താ പറയുക, MGRുമായിട്ടാണ് വിജയിനെ ഭയങ്കരമായി കമ്പയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പോലും MGRൻ്റെ എവിടേക്കോ ഒരു സാദൃശ്യം, നമുക്ക് ആ ആളുകളെ കൂട്ടുന്നതിലായിരിക്കാം ഒരു സാദൃശ്യമുണ്ട്. ശരിക്കും എത്രത്തോളം ഉണ്ട് അത് MGR ഈക്വൽ ടു വിജയ്, അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇപ്പം അങ്ങനെ ഒരു നറേറ്റീവ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, ഈ ദ്രാവിഡ പാർട്ടികളുടെ പ്രധാനമായിട്ടുള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ ഇത് വിജയ് മറ്റൊരു MGR ആവുമോ എന്നുള്ളതാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. ഈ രണ്ടുപേരും സൂപ്പർ താരങ്ങളാണ്, രണ്ടുപേരും അധികാരത്തിൽ വന്നു, വലിയ മാൻഡേറ്റോടു കൂടി അധികാരത്തിൽ വന്നു, അതൊക്കെ ശരിയാണ്. ഈ രസം എന്താണെന്ന് വെച്ചാൽ ഈ കഥ ഒരുതരം ഗോസിപ്പായിട്ടും വളരുന്നുണ്ട്. ഈ ജയലളിത MGR ബന്ധം പോലെ നാളെ വിജയ് തൃഷ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗോസിപ്പുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്രയും താരതമ്യം സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം വിജയ് ശരിക്കും ഈ TVK രൂപീകരിച്ച് ഒരു 2 വർഷത്തിനിടയ്ക്കാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. വിജയുടെ സിനിമകൾ നമ്മൾ വേണമെങ്കിൽ പറയാം. MGRന്റെ 10 വർഷം മുമ്പ് ഇങ്ങോട്ടുള്ള സിനിമകളെല്ലാം ഏകദേശം ആ ഒരു രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന പോലെയാണെന്നുള്ളൊരു നിരീക്ഷണം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലത്തെ സിനിമകൾ മുഴുവൻ എടുത്ത് നോക്കിയാൽ ഇത് നാളെ ഒരു കാലത്ത് മുഖ്യമന്ത്രിയാവാൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഭരണം കൈയാടാൻ വേണ്ടിയുള്ള സിനിമകൾ തന്നെയായിരുന്നു. തുപ്പാക്കി, ബിഗില്, പിന്നെ ഈ സിനിമകളെല്ലാം, മെർസൽ, ഈ സിനിമകൾ മുഴുവൻ കത്തി, ഇതിലെല്ലാം ഒരു വിജയ് ഇപ്പം പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സിനിമകളാണ്. ഇത് തന്നെയാണ് MGRൻ്റെ കാര്യത്തിലും. പാവങ്ങളുടെ പടത്തിൽ വേണ്ട റിക്ഷാക്കാരൻ, മന്ത്രികുമാരി, മർമ്മയോഗി, റിക്ഷാക്കാരൻ, ഇതൊക്കെ MGRൻ്റെ സിനിമകളും ഇതിനു വേണ്ടി തയ്യാറാക്കിയത്. നാടോടി മന്നൻ, ഇതും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇതൊക്കെ നാളെ ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്താ പറയുക നമ്മുടെ ഒരു സ്റ്റേക്ക് ശക്തിപ്പെടുത്തുന്ന സിനിമകൾ MGR മുഴുവൻ ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ വിജയവും കറക്റ്റാണ്. കൃത്യമായിട്ട് MGR വന്ന് 77 അധികാരത്തിലേറി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. MGR ഒരുപാട് കാലം സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് കാലം രാഷ്ട്രീയത്തിൻ്റെ പുറത്തു നിന്നും പിന്നെ വളരെ ഗ്രാസ് റൂട്ട് ലെവൽ വർക്കറായിട്ട് MGR DMKയിലുണ്ടായിരുന്നു. 53 കരുണാനിധി കൊണ്ടുവന്നിട്ട് DMKയുടെ ട്രഷറായിരുന്നു കുറേ വർഷം. പിന്നീട് ഒരുപാട് വർഷം അധികാരത്തിൽ ഇല്ലാണ്ടിരുന്നു. പിന്നീട് എന്താ പറയുക ജയിച്ചു. 57 മറ്റാണ് ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നത്. പിന്നെ അധികാരത്തിലേറുന്നത് പിന്നെ 77 ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. വിജയ്ക്ക് അത്തരം ഒരു എന്താ പറയുക കാത്തിരിപ്പൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിലുണ്ട്. സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ വിജയ് എന്താ പറയുക ഒരു 24 മാസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് അടുത്തെത്തി. അപ്പം ആ രീതിയിൽ നമുക്കൊരു താരതമ്യം സാധ്യമല്ല ശരിക്കും. ഒരു പക്ഷേ അതായിരിക്കില്ല ചിലപ്പോൾ വിജയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം
MGRനുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആളുകളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ മന്ത്രിസഭയോ ഒരു സംസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ടോ ഭരണപരമായ കാര്യങ്ങൾ കുറെ കൂടെ അറിവുണ്ടായിരിക്കാം. വിജയ്ക്ക് ഇല്ലാതിരിക്കുന്നതും ഒരു വിമർശനമായി പറയുന്നതും അതാണ്. അതായത് പല ആളുകളും അതിൽ മത്സരിച്ച് ജയിച്ച പല ആളുകളും രാഷ്ട്രീയത്തിലുള്ള ആളുകളല്ല, വിദ്യാഭ്യാസമുള്ള യുവാക്കളും സ്ത്രീകളും അതുപോലെ സാധാരണക്കാരും റിക്ഷക്കാരും ഒക്കെയുള്ള സാധാരണക്കാരുടെ ഒരു മന്ത്രിസഭയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭരണപരിചയം എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വരില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ MGR ആയിട്ട് ഉള്ളൊരു താരതമ്യത്തിൽ ചെറിയൊരു പ്രശ്നം അതാണ്. MGR രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ദ്രാവിഡ കഴകം എന്നുള്ള വലിയൊരു പാർട്ടി അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനം അവിടെയുണ്ട്. ഒരുപാട് കാലം ഭരിച്ച പരിചയമുള്ള ആളുകളുണ്ട്. അപ്പം അതിനൊന്ന് നയിക്കേണ്ട ഒരു പണി മാത്രമേ MGR ഉണ്ടായിരുന്നുള്ളൂ. MGRന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് കൂടുതൽ വോട്ട് നേടാം. പിന്നെ അതിനങ്ങ് തള്ളിക്കൊണ്ടുപോയാൽ മതി. ആ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. പാർട്ടി എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അതും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. 77-ലാണ് MGR അധികാരത്തിലേറുന്നുള്ളൂ. എന്താ പറയുക, സ്വാതന്ത്ര്യത്തിന് മുൻപേയുള്ള പ്രസ്ഥാനമാണ് ശരിക്കും ഇത്. അതുകൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ട് MGRന് ഉണ്ടായിരുന്നില്ല. വിജയ് നമ്മൾ പറയുന്നത് ആളുകളിപ്പം പറഞ്ഞ ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ വിജയ് മാത്രമാണ് TVK. ഈ 108 പേര് എന്ന് പറഞ്ഞാൽ 108 വിജയികളാണ്. 108 വിജയാണെന്നാണ് നമ്മൾ പറയുന്നത്. വിജയ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് നമ്മൾ ഒരു പക്ഷേ എന്താ പറയുക, പരമ്പരാഗത രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിൽ വലിയ പോരായ്മയാണ്, അതിനവർക്ക് ഭരണ പരിചയമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു പക്ഷേ അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട്. ഒട്ടും കളങ്കിതരല്ല ഇതിൽ ആളുകൾ, ആരും അഴിമതി എന്താ പറയുക ആരോപണ വിധേയരല്ല. ഇപ്പം DMKയുടെയും ADMKയുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ആരോപണ വിധേയരാണ് അതിൽ പല മന്ത്രിമാരും. ഇത്രയും കാലത്തെ ഒരു പിന്നെ എന്താ പറയുക ബാധ്യതയിലും ഭാരം ഏറിയിട്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. അത്തരം യാതൊരു പ്രശ്നങ്ങളും വിജയുടെ MLA-മാർക്ക് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല അപ്പോൾ അവർക്ക് ഫ്രഷ് ഐഡിയാസ് വരാം. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ നല്ല ഐഡിയകളും ഉണ്ടാവാം. അവർ മന്ത്രിയായി വന്നാൽ ഒരുപക്ഷെ അവർക്ക് നന്നായിട്ട് സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യാൻ, സാധാരണക്കാരനെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അഭിനയമല്ലല്ലോ, അവൻ അനുഭവിച്ച കാര്യങ്ങളല്ലേ, അതൊക്കെ ചെയ്യാൻ ഒരുപക്ഷെ പറ്റും. ഇപ്പോൾ MGRന് കുറേ സാധിച്ചിട്ടുണ്ട്. കാരണം MGR കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. വിജയ്ക്ക് അത്രയും കഷ്ടപ്പാടില്ല, MGR ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MGRൻ്റെ കാലത്തുള്ള പല പദ്ധതികളും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. വിജയ് അത്ര കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വിജയുടെ കൂടെയുള്ളവർ ഒരുപാട് ഈ പറഞ്ഞ തനി സാധാരണക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംശയത്തോടു കൂടി അതിനെ കാണേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു മന്ത്രിസഭയായിട്ട് അത് മാറിയിട്ടില്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ കണ്ട തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മുഴുവനും അപ്രസക്തമാവും. കാരണം DMK ഒരു ഭാഗത്ത് ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ നശിക്കും, വിജയ് ഉണ്ടാക്കിയ തകർച്ചയിൽ അത് നശിച്ചു പോവും. വിജയം നശിച്ചു കഴിഞ്ഞാൽ ഇപ്പം BJP പോലത്തെ കക്ഷികൾക്ക് നാളത്തെ ഒരു ബംഗാളായിട്ട് ഇതിനെ മാറ്റാൻ സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഡൽഹിയിൽ ഒരുപാട് കാലം കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ വരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞു, ബലൻഷാൻ്റെ കാര്യം പറഞ്ഞു. അതായത് മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ആൾക്കാരിലുള്ള അസംതൃപ്തിയെ മറികടക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവന്ന ആളുകളാണ് ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ആയാലും ബലൻഷ പോലെയുള്ള ആളുകളായാലും. ഇവിടെയും അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സംസ്ഥാനം ശരിക്കും DMK ആയാലും ADMK ആയാലും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്കുള്ള ഈ അസംതൃപ്തി കൂടി ആയിരിക്കണം വിജയിനെ ജയിപ്പിക്കാനുണ്ടായ ഒരു കാരണം. ഒരുപക്ഷെ അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചതിലേക്ക് തന്നെ ഞാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടക്കമുള്ള കാര്യം മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടെ കാണേണ്ടതില്ലേ? ആ ഒരു അപകട സാധ്യത എപ്പോഴും വിജയുടെ മുന്നിലുണ്ട്. വിജയ് എന്നല്ല, ഇതുപോലെ വലിയ മൂവ്മെൻറ്റിനെ നയിച്ച് അധികാരത്തിലെത്തുന്ന എല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. പിന്നെ വലിയ പ്രതീക്ഷയാണ്. നാളെ മുതൽ ജനങ്ങൾ അത്ഭുതങ്ങളാണ് വിജയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ആളുകളല്ല, പ്രത്യേകിച്ച് വിജയുടെ അനുയായികളും വിജയുടെ ഫാൻസും ഒക്കെ. കാരണം വിജയ് ഈ അധികാരത്തിലേക്ക് എത്താൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഫാൻസിനെയാണ്. കാരണം വിജയുടെ എന്താ പറയുക, പാർട്ടി യൂണിറ്റുകളൊന്നുമില്ല. വിജയുടെ പാർട്ടി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രസികർ മണ്ഡലങ്ങളാണ്, ഫാൻസ് അസോസിയേഷനുകളാണ്. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അവർ രക്ഷകനായിട്ട് വിജയെ കാണുന്നത്. അപ്പോൾ ഈ നാളത്തെ മുഖ്യമന്ത്രി വിജയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ തന്നെയാണ്. അത് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നം. കാരണം റിയാലിറ്റി വേറെയാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം, എന്ത് വാഗ്ദാനങ്ങൾ വേണമെങ്കിലും വാരിക്കൊരു കൊടുക്കാം. പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ ഖജനാവ് പിന്നെ ശക്തമായിരിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രാക്ടിക്കൽ രാഷ്ട്രീയം വേറെയാണ്. അവിടെയാണ് ഇവർക്ക് പലപ്പോഴും പിന്നെ അടിപതറി പോകുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനാണെങ്കിലും എല്ലാവർക്കും അവർക്ക് ഒറ്റ നേതാവിനെ ആശ്രയിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ ആ നേതാവിനെ എവിടെയെങ്കിലും പിഴച്ചു പോയാൽ പ്രസ്ഥാനം മുഴുവൻ തകരാം. ആ ഒരു അപകടവും വിജയുടെ മുന്നിലുണ്ട്. തകരാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഒരുവിധ എക്സിറ്റ് പോളുകളെല്ലാം DMKക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു DMKയും മറ്റുള്ള എല്ലാവരും കരുതിയിരുന്നത് രണ്ടാം തവണയും ഈ തവണ സ്റ്റാലിൻ അധികാരത്തിലെത്തും എന്നാണ്. ആ ഒരു കോൺഫിഡൻസ് സ്റ്റാലിനും ഉണ്ടായിരുന്നു. പൊതുവെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം ഈ മേഖലകളിലൊക്കെ ഇവർക്ക് മുമ്പത്തേക്കാളും പുരോഗതി കൈവരിക്കാനും തമിഴ്നാടിന് സാധിച്ചിട്ടുണ്ട്.
പിന്നെ എന്തുകൊണ്ടായിരിക്കും? മാത്രമല്ല ഈ തൊട്ട് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിലും വലിയൊരു വിജയമാണ് അവർ കാഴ്ചവെച്ചത്. എന്നിട്ട് എന്താണ് ഈ നിയമസഭാ ഇലക്ഷനിൽ അടിതെറ്റിയത് ശരിക്കും? അത് ഡി എം കെ കുറേ പിന്നെ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളൊക്കെ കുറേ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരുപാട് മന്ത്രിമാർ, ഇപ്പം സെന്തിൽ ബാലാജി, അതുപോലെ ഇപ്പം അവരുടെ ധനകാര്യമന്ത്രിയായിരുന്ന പളനിവേൽ ത്യാഗരാജൻ വരെ ഈ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ പല രീതിയിൽ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇപ്പം പളനിവേൽ ത്യാഗരാജൻ്റെ ഒരു ലീക്ഡ് ഫോണിൽ കൃത്യമായിട്ട് ഡി എം കെ നേതാക്കന്മാർ പൈസ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ ശരിക്കും എന്താ പറയുക, ഒരുപാട് വിജയ്ക്ക് ഗുണമായിട്ടുണ്ട്. പിന്നെ ഒരു സർക്കാർ എത്ര കാലം തുടർഭരണം ഒരു വലിയ വിഷയമാണ്. ജനങ്ങൾക്ക് അവർ എല്ലാ കാലവും ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഒരേ പേസിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ആൻറ്റി ഇൻകംബൻസി എങ്ങനെയാണ് കേരളത്തിൽ നമ്മളിത് കണ്ടു. അതിന് തമിഴ്നാട്ടിലും അവർ നന്നായിട്ടുണ്ടായിരുന്നു അവസാന കാലത്ത്. അതിന് ആര് ക്യാഷ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. വിജയെ പോലത്തെ ഇതൊരു പ്രതിഭാസമാണ് വിജയൊക്കെ. വന്നിട്ട് ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ഡി എം കെ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൽ വിജയ് കുറേ കടപ്പെട്ടിരിക്കുന്ന അണ്ണാമലയോടാണ്. കാരണം ഈ തമിഴ്നാട് ഡി എം കെ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ സമരങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് എ ഡി എം കെ അല്ല, അണ്ണാമലയാണ്. അണ്ണാമല എന്താ പറയുക, മണ്ണിലിറങ്ങി പിന്നെ എൻ മണ്ണ് എൻ മക്കൾ എന്നുള്ള ഒരു വലിയ യാത്ര നടത്തി. അതിലൊക്കെ ഈ ഡി എം കെ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ എല്ലാ അഴിമതികളും തുറന്നു കാണിച്ചിരിക്കുന്നത് അണ്ണാമലയാണ്. ഇപ്പോൾ സെന്തിൽ ബാലാജിക്കെതിരെയുള്ള പ്രശ്നമാണെങ്കിലും പളനിവേൽ ത്യാഗരാജനൊക്കെ സ്ഥാനം മാറേണ്ടി വരുന്നത് അണ്ണാമലയുടെ സമരം കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അണ്ണാമലയെ ഒരുക്കി കൊടുത്തൊരു മണ്ണുണ്ട്. അതിൽ പക്ഷേ അവർക്ക് ബി ജെ പിക്ക് അതിൽ താമര വിരിക്കാൻ സാധിച്ചില്ല. കാരണം 4 ഉണ്ടായിരുന്നത് 1 മാറി, പല സ്ഥലത്തും 3-ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ ആ മണ്ണിൽ വിജയ്ക്ക്, അവിടെ വിസിലൂതിയെത്തിയ വിജയ്ക്ക് അവിടെ എന്താ പറയുക, കൃഷി ഇറക്കാനും അത് വിളയിക്കാനും ഒക്കെ അത് നേട്ടം കൊയ്യാനും സാധിച്ചു. അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഈ അഴിമതിയിൽ മടുത്ത ജനങ്ങൾ തന്നെയാണ് വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ബാധിക്കുക ചെറുപ്പക്കാരെയാണ്. ഭാഗ്യ ചോദ്യം തുടങ്ങിയത് തന്നെ അതിലായിരുന്നു. ഈ ചെറുപ്പക്കാരല്ലേ ഇതിന് കാരണം, ചെറുപ്പക്കാരാണ് ഇത് ആദ്യം ബാധിക്കുക. ഇപ്പം ഡൽഹിയിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും ചെറുപ്പക്കാരാണ് നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം. അവരെങ്ങനെ ചിന്തിക്കുന്നു നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്നില്ല. വിജയുടെ കാര്യത്തിന് സംഭവിച്ചിരിക്കുന്നതാണ്. അവരതിൽ മനം മടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. പിന്നെ ഡി എം കെയുടെ ചില നടപടികൾ എല്ലാവരും ഇപ്പം നീറ്റ് പോലത്തെ വിഷയങ്ങളിലൊക്കെ അവർ കൈക്കൊണ്ടത് അവരതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അതിലൊക്കെ ഒരു സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് വിജയ പോലത്തെ ഒരു രക്ഷകൻ വന്നു, പ്രതീക്ഷയോടെ വന്നു, അവർ പ്രതീക്ഷയോടെ വോട്ട് ചെയ്തു. അതാണ് ആ മാറ്റത്തിന് കാരണം ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നത്. എല്ലാ റാലികളിലും ആളുകളെ അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ വിജയ് പറയുന്നൊരു കാര്യമുണ്ട്, കോൺഫിഡൻ്റ് ആയിരുന്നെങ്കിൽ നല്ലതാ വരും. അതുപോലെ നമുക്കും പ്രതീക്ഷിക്കാം നല്ല സർക്കാരായിരിക്കും. അതെ, പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം തമിഴ്നാട് എന്താ പറയുക, ഈ വിജയ് നല്ല ഭരണമായിരിക്കും. സിനിമകളിൽ കാണുന്ന പോലത്തെ വിജയെ മുഖ്യമന്ത്രി കസേരയിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് വിജയിക്കാം.